രക്തസാക്ഷികളായ വിശുദ്ധ സിംഫോറോസയും 7 മക്കളും. ട്രാജൻ ചക്രവർത്തിയുടെ കാലത്തുണ്ടായിരുന്ന മതപീഡനം അഡ്രിയാൻ്റെ ഭരണത്തിൻ്റെ ആദ്യകാലങ്ങൾ വരെ തുടർന്നിരുന്നു. ഏതാണ്ട് 124 മതപീഡനത്തിനൊരു വിരാമമായി. വിശുദ്ധ പോളിനോസ് രേഖപ്പെടുത്തിയ വിവരങ്ങളനുസരിച്ച് കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ സ്ഥലത്ത് വിജാതീയ ദേവനായ ജൂപ്പിറ്ററിൻ്റെ പ്രതിമയും യേശു കുരിശുമരണം വരിച്ച സ്ഥലത്ത് വീനസ് ദേവിയുടെ ഒരു മാർബിൾ പ്രതിമയും ബെത്ലഹേമിൽ അഡോണിസിനു വേണ്ടി ഒരു ഗ്രോട്ടോയും നിർമ്മിക്കുവാൻ അഡ്രിയാൻ തീരുമാനിച്ചു. കൂടാതെ യേശു ജനിച്ച ഗുഹ ഇതേ ദേവനായി സമർപ്പിക്കുവാനും തീരുമാനിച്ചു. അഡ്രിയാൻ ചക്രവർത്തി തൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലമായപ്പോഴേക്കും കൂടുതൽ ക്രൂരനായി മാറിക്കൊണ്ടിരുന്നു. അന്ധവിശ്വാസങ്ങളാൽ നയിക്കപ്പെട്ട ഈ ഭരണാധികാരി നിഷ്കളങ്കരായ ക്രിസ്ത്യാനികൾക്ക് നേരെ തൻ്റെ ക്രൂരത വീണ്ടും പ്രകടിപ്പിക്കുവാൻ തുടങ്ങി. റോമിൽ നിന്നും 16 മൈൽ അകലെയുള്ള ടിബൂറിൽ നദിയുടെ കരയിൽ ഒരു മനോഹരമായ കൊട്ടാരം അദ്ദേഹം പണികഴിപ്പിച്ചു. എല്ലാ പ്രവിശ്യകളിൽ നിന്നും ശേഖരിച്ച അമൂല്യമായ വസ്തുക്കൾ ഇവിടെ വയ്ക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായപ്പോൾ അവിടെ അവിശ്വാസികളുടെ പ്രാകൃതമായ ആചാരങ്ങൾ കൊണ്ടാടുവാൻ തുടങ്ങി. അവിടെയുള്ള വിഗ്രഹങ്ങൾക്കുള്ള ബലികളോടെയായിരുന്നു ആ ആചാരങ്ങളുടെ തുടക്കം. ആ ദുർദേവതകൾ നൽകിയ വെളിപാടുകൾ ഇപ്രകാരമായിരുന്നു: വിധവയായ സിംഫോറോസയും അവളുടെ മക്കളും അവരുടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് നിത്യവും ഞങ്ങളെ പീഡിപ്പിക്കുന്നു. അവരെ ബലി കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്റെ ആഗ്രഹം സഫലമാക്കാം. ഭക്തയായ ആ മഹതി തൻ്റെ 7 മക്കളുമൊത്ത് തിവോളിയിലുള്ള തങ്ങളുടെ തോട്ടത്തിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അവൾ തൻ്റെ സമ്പത്ത് പാവപ്പെട്ടവർക്കും മതപീഡനത്തിനിരയായ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയായിരുന്നു വിനിയോഗിച്ചിരുന്നത്. തൻ്റെ സഹോദരനായിരുന്ന അമാൻഡിയൂസിനോടൊപ്പം രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ ജഡുലിയൂസിൻ്റെ വിധവയായിരുന്നു ആ മഹതി. മക്കളോടൊത്ത് നിത്യാനന്ദം അനുഭവിക്കുന്നതിനായി അവൾ അതിയായി ആഗ്രഹിച്ചിരുന്നു. നന്മ പ്രവൃത്തികളിലൂടെയും ഭക്തിമാർഗത്തിലൂടെയും അതിനായുള്ള തയ്യാറെടുപ്പുകൾ വരെ അവൾ നടത്തിയിരുന്നു. ദുർദേവതകളുടെയും പുരോഹിതന്മാരുടെയും വെളിപാട് കേട്ട് അന്ധവിശ്വാസിയായിരുന്ന അഡ്രിയാൻ അമ്പരയ്ക്കുകയും സിംഫോറോസയെയും അവളുടെ മക്കളെയും പിടികൂടി തൻ്റെ മുമ്പിൽ ഹാജരാക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. തൻ്റെ മക്കൾക്കും തനിക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവമായിരുന്നു അവൾ വന്നത്. ആദ്യം ചക്രവർത്തി വളരെ മയത്തോടുകൂടി തങ്ങളുടെ ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ അവളെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇപ്രകാരമായിരുന്നു ധീരയായ സിംഫോറോസയുടെ മറുപടി: എൻ്റെ ഭർത്താവ് ജഡുലിയൂസും അദ്ദേഹത്തിൻ്റെ സഹോദരനും അങ്ങയുടെ ന്യായാധിപന്മാരായിരുന്നിട്ട് പോലും വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിക്കുന്നതിലും ഭേദം യേശുവിനു വേണ്ടി പീഡനങ്ങൾ സഹിക്കുവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. തങ്ങളുടെ മരണം കൊണ്ട് അവർ നിങ്ങളുടെ ദൈവങ്ങളെ പരാജിതരാക്കി. അവർ വരിച്ച മരണം മനുഷ്യർക്ക് മാനഹാനിയും മാലാഖമാർക്ക് സന്തോഷകരവുമായിരുന്നു. ഇപ്പോൾ അവർ സ്വർഗത്തിൽ തങ്ങളുടെ അനശ്വരമായ ജീവിതം ആസ്വദിക്കുന്നു. ഇത് കേട്ട ചക്രവർത്തി തൻ്റെ സ്വരം മാറ്റി വളരെയേറെ ദേഷ്യത്തോടുകൂടി അവളോട് പറഞ്ഞു: ഒന്നുകിൽ നിൻ്റെ മക്കൾക്കൊപ്പം ഞങ്ങളുടെ ദൈവത്തിന് ബലിയർപ്പിക്കുക, അല്ലാത്ത പക്ഷം നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കും. സിംഫോറോസ മറുപടി കൊടുത്തു: നിങ്ങളുടെ ദൈവങ്ങൾക്ക് എന്നെ ഒരു ബലിയായി സ്വീകരിക്കുവാൻ കഴിയുകയില്ല. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അഗ്നിയിൽ ദഹിക്കുകയാണെങ്കിൽ എൻ്റെ മരണം നിങ്ങളുടെ ചെകുത്താന്മാരുടെ അഗ്നിയിലെ സഹനങ്ങളെ വർദ്ധിപ്പിക്കും. ജീവിക്കുന്ന യഥാർത്ഥ ദൈവത്തിനു വേണ്ടി ബലിയായി തീരുവാനുള്ള ഭാഗ്യം എനിക്കും എൻ്റെ മക്കൾക്കും ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും വളരെ ക്രൂരമായി വധിക്കപ്പെടും. സിംഫോറോസ പ്രതിവചിച്ചു:
ഭയം എന്നെ കീഴ്പ്പെടുത്തുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. യേശുവിനോടുള്ള വിശ്വാസം മൂലം നീ കൊലപ്പെടുത്തിയ എൻ്റെ ഭർത്താവിനോടൊപ്പം ചേരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതേ തുടർന്ന് ചക്രവർത്തി അവളെ ഹെർക്കുലീസിൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഉത്തരവിട്ടു. ആദ്യം അവളുടെ കവിളിൽ അടിക്കുകയും പിന്നീട് അവളെ സ്വന്തം തലമുടി കൊണ്ട് കെട്ടിത്തൂക്കുകയും ചെയ്തു. എന്നാൽ യാതൊരുവിധ പീഡനങ്ങളും അവളിൽ ഏൽക്കാതെ വന്നപ്പോൾ ചക്രവർത്തി അവളുടെ കഴുത്തിൽ ഭാരമുള്ള കല്ലുകെട്ടി നദിയിൽ എറിയുവാൻ ഉത്തരവിട്ടു. അവളുടെ സഹോദരനും ടിബൂർ സമിതിയുടെ മുഖ്യനുമായിരുന്ന ഇയൂജെനിയൂസാണ് വിശുദ്ധ സിംഫോറോസിൻ്റെ മൃതദേഹം ആ പട്ടണത്തിനടുത്തുള്ള റോഡിൽ അടക്കം ചെയ്തത്. അടുത്ത ദിവസം ചക്രവർത്തി അവളുടെ 7 മക്കളെയും ഒരുമിച്ച് വിളിപ്പിക്കുകയും തങ്ങളുടെ അമ്മയെപ്പോലെ കടുംപിടുത്തം പിടിക്കാതെ തങ്ങളുടെ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു. അത് പരാജയപ്പെട്ടപ്പോൾ പലതരത്തിലുള്ള പീഡന മുറകളും പ്രയോഗിച്ചു. ഒന്നിലും വിജയിക്കാതെ വന്നപ്പോൾ ഹെർക്കുലീസിൻ്റെ ക്ഷേത്രത്തിന് ചുറ്റും അവരുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലെയും എല്ലുകൾ വേർപെടുത്തുവാനുള്ള 7 പീഡന ഉപകരണങ്ങൾ സ്ഥാപിക്കുവാൻ ഉത്തരവിട്ടു. എന്നാൽ ഭക്തരും ധീരരുമായ ആ യുവാക്കൾ ആ ക്രൂരമായ പീഡനത്തെ ഭയക്കുന്നതിന് പകരം പരസ്പരം ധൈര്യം നൽകുകയാണ് ചെയ്തത്. അവസാനം അവരെ വധിക്കുവാൻ ചക്രവർത്തി ഉത്തരവിട്ടു. അവർ നിന്നിരുന്ന അതേ സ്ഥലത്ത് വെച്ച് വിവിധ രീതിയിലായിരുന്നു മതമർദ്ദകർ അവരെ വധിച്ചത്. ഏറ്റവും മൂത്തവനായിരുന്ന ക്രസൻസിനെ കഴുത്തറുത്ത് കൊല്ലുകയും രണ്ടാമത്തവനായ ജൂലിയനെ നെഞ്ചിൽ കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. മൂന്നാമത്തവനായിരുന്ന നെമേസിയൂസിനെ കുന്തത്താൽ കുത്തിക്കൊലപ്പെടുത്തി. പ്രിമാറ്റീവൂസിനെ വയറുകീറിയാണ് കൊലപ്പെടുത്തിയത്. ജസ്റ്റിനെ പുറകിലും സ്റ്റാക്കിയൂസിനെ പാർശ്വത്തിലും മുറിപ്പെടുത്തിയാണ് വധിച്ചത്. ഏറ്റവും ഇളയവനായ ഇയൂജെനിയൂസിനെ നെഞ്ചിന് നടുവിലൂടെ കത്തിയിറക്കി കഷണമാക്കിയാണ് കൊലപ്പെടുത്തിയത്. അടുത്ത ദിവസം ചക്രവർത്തി ഹെർക്കുലീസിൻ്റെ ക്ഷേത്രത്തിൽ വരികയും അവിടെ ഒരു വലിയ കുഴിയെടുത്ത് ആ രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് കുഴിച്ചിടുവാനും ഉത്തരവിട്ടു. 7 ബയോത്തിനാറ്റി എന്നായിരുന്നു വിജാതീയ പുരോഹിതർ ആ സ്ഥലത്തെ വിളിച്ചിരുന്നത്. ഇതിനുശേഷം മതപീഡനങ്ങൾക്ക് ഏതാണ്ട് 18 മാസത്തെ ഇടവേള നൽകി. ഇക്കാലയളവിൽ ക്രൈസ്തവർ ഈ രക്തസാക്ഷികളുടെ ഭൗതിക ശരീരങ്ങൾ റോമിനും ടിവോളിക്കും ഇടയിലുള്ള തിബുർട്ടിൻ റോഡിൽ അടക്കം ചെയ്തു. പിന്നീട് മാർപ്പാപ്പയായിരുന്ന സ്റ്റീഫൻ അവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ റോമിലെ ഹോളി ഏഞ്ചൽ ഇൻ ദ ഫിഷ് മാർക്കറ്റ് എന്ന ദേവാലയത്തിലേക്ക് മാറ്റി. പിയൂസ് 4 കാലത്താണ് ഒരു ശിലാലിഖിതത്തോടുകൂടി അവ കണ്ടെടുത്തത്. അവരുടെ പിതാവിൻ്റെ സമ്പന്നതയോ ഉന്നത കുലത്തിലുള്ള ജനനമോ ഉയർന്ന ജോലിയുടെ നേട്ടങ്ങളോ ആയിരുന്നില്ല വിശുദ്ധ സിംഫോറ അവളുടെ മക്കൾക്ക് പ്രചോദനമായി കാണിച്ചിരുന്നത്. മറിച്ച് അവരുടെ ഭക്തിയും രക്തസാക്ഷിത്വവുമായിരുന്നു അവൾ തൻ്റെ മക്കളെ മാതൃകയാക്കാൻ പ്രേരിപ്പിച്ചത്. അവൾ എപ്പോഴും സ്വർഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുകയും എളിമയിലൂടെയും കാരുണ്യം, വിനയം, ക്ഷമ, എളിമ തുടങ്ങിയ നന്മകളിലൂടെ രക്ഷകൻ്റെ പാത പിന്തുടരുവാൻ അവൾ തൻ്റെ മക്കളെ പഠിപ്പിച്ചു.